എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 2026 സെപ്റ്റംബർ മാസം മകരം രാശിക്കാർക്ക് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, ഔട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് എന്തൊക്കെ ഗുണദോഷങ്ങൾ ആണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ്. തൊഴിൽ മേഖലയിലും ബിസിനസ് മേഖലയിലും സാമ്പത്തികപരമായും കുടുംബജീവിതപരമായും ആരോഗ്യപരമായിട്ടൊക്കെ എങ്ങനെയുള്ള നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് ഉണ്ടാകുന്നത് എന്നതാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം സെപ്റ്റംബർ മാസം ഗുണകരമാക്കാൻ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ആദ്യം സെപ്റ്റംബർ മാസത്തെ ഗ്രഹസ്ഥിതികൾ എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം. സൂര്യൻ സെപ്റ്റംബർ 16 വരെ ചിങ്ങത്തിലും അതിനുശേഷം കന്നിരാശിയിലേക്കും രാശി മാറുന്നുണ്ട്. ചൊവ്വ സെപ്റ്റംബർ 18 വരെ മിഥുനത്തിലും അതിനുശേഷം കർക്കിടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ബുധൻ സെപ്റ്റംബർ 7 വരെ ചിങ്ങൻ രാശിയിലും സെപ്റ്റംബർ 7 മുതൽ 26 വരെ ഉച്ചസ്ഥനായി കന്നിരാശിയിലും സെപ്റ്റംബർ 26 ശേഷം തുലാൻ രാശിയിലേക്കും രാശി മാറുന്നുണ്ട്. വ്യാഴം കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നു. ശുക്രൻ സ്വക്ഷേത്രമായ തുലാത്തിൽ ബലവാനായിട്ട് സ്ഥിതി ചെയ്യുന്നു. ശനി മീനൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് നിൽക്കുന്നത്. ഈ ഗ്രഹനില മകരൻ രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങളാണെങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. ആദ്യം തൊഴിൽ മേഖല നോക്കാം. മകരൻ രാശിക്കാരുടെ 10ാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്ര ബലത്തോടെ സ്ഥിതി ചെയ്യുന്നത് തൊഴിൽ രംഗത്തെ മികച്ച നേട്ടങ്ങളും പുതിയ അവസരങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതാണ്. 10ാം ഭാവത്തിലെ ശുക്രൻ്റെ ബലം കാരണം ഓഫീസിലെ നിങ്ങളുടെ അധ്വാനവും അതുപോലെ സർഗാത്മകതയും ഒക്കെ അംഗീകരിക്കപ്പെടുന്നതാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെ മികച്ച പിന്തുണ ലഭിക്കുന്ന സമയം കൂടിയാണ്. ദീർഘകാലമായിട്ടൊക്കെ കാത്തിരുന്ന പ്രൊമോഷൻ, അതുപോലെ അർഹമായ ശമ്പള വർധനവ് അല്ലെങ്കിൽ സ്ഥലമാറ്റം എന്നിവയ്ക്കൊക്കെ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി തികച്ചും അനുകൂലമാണ്. സെപ്റ്റംബർ 18 ചൊവ്വ 6ാം ഭാവത്തിൽ നിന്ന് 7ാം ഭാവത്തിലേക്ക് ചൊവ്വ നീചക്ഷേത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിനാൽ ജോലിസ്ഥലത്ത് ചെറിയ തർക്കങ്ങളോ അല്ലെങ്കിൽ സംസാരത്തിൽ അല്പം കടുപ്പമൊക്കെ വരാനോ കോപവും അനാവശ്യ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ കോപവും അനാവശ്യ വാഗ്വാദങ്ങളും ഒക്കെ ഒഴിവാക്കുന്നത് സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ സഹായിക്കും. അതുപോലെ ശനി 3ാം ഭാവത്തിലാണ്. ആ ശനിയുടെ സാന്നിധ്യം അതുപോലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ കാരണം സഹപ്രവർത്തകരിൽ നിന്നോ എതിരാളികളിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങളെയൊക്കെ നിസ്സാരമായിട്ടൊക്കെ അതിജീവിക്കാനും സാധിക്കുന്നതാണ്. ഇനി ബിസിനസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഒക്കെ സെപ്റ്റംബർ മാസം വളരെ ലാഭകരവും അതുപോലെ മുന്നേറ്റങ്ങളൊക്കെ നിറഞ്ഞതുമായിരിക്കും. വ്യാഴമൊക്കെ ഉച്ചസ്ഥനായിട്ട് സ്ഥിതി ചെയ്യുന്നത് ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള വളർച്ചയൊക്കെ നൽകുന്നതാണ്. പുതിയ സംരംഭങ്ങൾ അതുപോലെ പുതിയ ബിസിനസ് കരാറുകൾ എന്നിവയൊക്കെ ആരംഭിക്കാൻ മികച്ച സമയമാണ്. പുതിയ പങ്കാളിയൊക്കെ കൂട്ടി ബിസിനസ് വിപുലീകരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കരാറുകളിലൊക്കെ ഏർപ്പെടാൻ സാധിക്കുന്നതാണ്. എന്നാൽ സെപ്റ്റംബർ 18 ശേഷം ചൊവ്വ 7ാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ പങ്കാളികളുമായിട്ടുള്ള പണമിടപാടുകളിലൊക്കെ സുതാര്യത പുലർത്തേണ്ടതാണ്. സെപ്റ്റംബർ 7 മുതൽ 26 വരെ ബുധൻ ഉച്ചസ്ഥനായിട്ടൊക്കെ സഞ്ചരിക്കുന്നത് മാർക്കറ്റിംഗ് മേഖല, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ട്രേഡിങ്, കയറ്റുമതി ഇറക്കുമതി ബിസിനസ് എന്നിവയിലുള്ളവർക്ക് അപ്രതീക്ഷിതമായ ലാഭം ഉറപ്പാക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് കൂടുതൽ ഓർഡറുകളും പുതിയ ഏജൻസികളും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം മകരൻ രാശിക്കാർക്ക് കർമ്മരംഗത്ത് വളർച്ചയുടെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ കാലഘട്ടമായിരിക്കും. വാക്കുകളിലും പെരുമാറ്റത്തിലും ഒക്കെ അല്പം സൗമ്യത പുലർത്തുന്നത് തൊഴിലിലും ബിസിനസ്സിലും ഒക്കെ പരിപൂർണ വിജയവും ഉറപ്പാക്കുന്നതുമാണ്. ഇനി സാമ്പത്തിക മേഖല നോക്കാം. സെപ്റ്റംബർ മാസം സാമ്പത്തിക മേഖലയിലെ ധനാഗമനത്തോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ ചിലവുകൾക്കും സാധ്യതയുള്ള ഒരു മിശ്രഫലമാണ് കാണുന്നത്. 7ാം ഭാവത്തിൽ വ്യാഴമൊക്കെ ഉച്ചസ്ഥനായിട്ടൊക്കെ നിൽക്കുന്നത് ബിസിനസ് വഴിയും അതുപോലെ പങ്കാളിത്ത ഇടപാടുകൾ വഴിയുമൊക്കെ നല്ല രീതിയിലുള്ള ധനലാഭം കൊണ്ടുവരുന്നതാണ്. അതുപോലെ 10ാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്ര ബലത്തോടെയൊക്കെ സ്ഥിതി ചെയ്യുന്നതിനാൽ തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ്. സെപ്റ്റംബർ 7 മുതൽ 26 വരെ ബുധൻ ഉച്ചസ്ഥനായി സഞ്ചരിക്കുന്നത് ബിസിനസ് വഴി അതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്നിവയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്
ധനപരമായ ഭാഗ്യാനുഭവങ്ങളൊക്കെ നൽകുന്നതുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, 2ാം ഭാവത്തിലെ രാഹുവും 8ാം ഭാവത്തിൽ കേതുവും ഒക്കെ നിൽക്കുന്നതിനാൽ അപ്രതീക്ഷിതമായി പണം ചെലവഴിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരാം. കുടുംബ ആവശ്യങ്ങൾക്കോ ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ ഒക്കെ ധനം ചെലവാകാനും സാധ്യതയുണ്ട്. ബാങ്ക് വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിരുന്നവരാണെങ്കിൽ അവർക്ക് ഈ 2ാം പകുതി ഒക്കെ ആകുമ്പോഴേക്ക് അതൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കടങ്ങളൊക്കെ കുറേയൊക്കെ വീട്ടിൽ തീർക്കാനും സാധിക്കുന്നതാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സെപ്റ്റംബർ മാസത്തിൽ മകരം രാശിക്കാരുടെ കുടുംബാന്തരീക്ഷം പൊതുവെ സന്തോഷകരവും മംഗല്യഭാഗ്യങ്ങളൊക്കെ നിറഞ്ഞതായിരിക്കും. എങ്കിലും ചില സമയങ്ങളിലെ വാക്കുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ ആവശ്യമാണ്. 7ാം ഭാവത്തിലൊക്കെ വ്യാഴ ഉച്ചസ്ഥനായിട്ടൊക്കെ നിൽക്കുന്നത് ദാമ്പത്യബന്ധത്തിൽ വലിയ സന്തോഷവും സമാധാനവും ഒക്കെ നൽകും. ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന പഴയ അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചകളും ഒക്കെ മാറി പരസ്പരം കൂടുതൽ അടുക്കാനും സ്നേഹം വർദ്ധിക്കാനും ഒക്കെ ഈ മാസം വഴിയൊരുങ്ങുന്നതാണ്. അതുപോലെ വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും ബന്ധുജനങ്ങളുടെയൊക്കെ സമാഗമനത്തിനുമൊക്കെ സാധ്യതയുണ്ട്. പുതിയ അതിഥികളുടെ വരവോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷ വാർത്തകളോ ഒക്കെ കുടുംബത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതുമാണ്. വിവാഹപ്രായമെത്തിയവരാണെങ്കിൽ അവർക്ക് അനുയോജ്യമായ നല്ല ആലോചനകളൊക്കെ വരാനും അതിൽ തീരുമാനമൊക്കെ ആകാനും ഈ മാസം തികച്ചും അനുകൂലമാണ്. സെപ്റ്റംബർ 18-ന് ചൊവ്വ 7ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ കുടുംബാംഗങ്ങളോടോ പങ്കാളിയോടോ ഒക്കെ സംസാരിക്കുമ്പോൾ സംസാരത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. അനാവശ്യമായ വാഗ്വാദങ്ങളും വാശി പിടിക്കലും ഒക്കെ ഒഴിവാക്കി ക്ഷമയോടെയൊക്കെ പെരുമാറിയാൽ അന്തരീക്ഷം ശാന്തമായിട്ടൊക്കെ നിലനിർത്താനും സാധിക്കുന്നതാണ്. അതുപോലെ 9ാം ഭാവത്തിലും ബുധൻ്റെ ഉച്ചസ്ഥിതിയും പിന്നീട് സൂര്യൻ്റെ സംക്രമണമൊക്കെ കാരണം മാതാപിതാക്കളുടെ പിന്തുണയൊക്കെ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതാണ്. പിതാവിന് തൊഴിലിലോ അല്ലെങ്കിൽ സാമ്പത്തികമായോ ഒക്കെ നല്ല നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സെപ്റ്റംബർ 7 മുതൽ 26 വരെയുള്ള കാലയളവ് വളരെ മികച്ചതാണ്. ബുധൻ 9ാം ഭാവത്തിലൊക്കെ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ ഏകാഗ്രതയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്കും മികച്ച ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്. ഇനി ആരോഗ്യകാര്യം നോക്കിയാൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സെപ്റ്റംബർ 16 വരെ സൂര്യനും കേതുവുമൊക്കെ 8ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അസുഖങ്ങൾ, അസിഡിറ്റി അല്ലെങ്കിൽ ഉഷ്ണരോഗങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായ വ്യായാമമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി ഗ്രഹദോഷങ്ങളൊക്കെ അകറ്റി കൂടുതൽ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കാനായിട്ട് എന്തൊക്കെ ലളിതമായ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ശിവന് ധാരയും കൂവളമാലയൊക്കെ സമർപ്പിക്കുന്നത് ദോഷങ്ങൾ അകറ്റുന്നതാണ്. ദിവസവും അല്ലെങ്കിൽ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ അനുഗ്രഹം ലഭിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് 8ാം ഭാവത്തിലെ സൂര്യൻ്റെയും കേതുവിൻ്റെയൊക്കെ ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതാണ്. അതുപോലെ ഗണപതിക്ക് പക്കപ്പിറന്നാൾ തോറും ഗണപതിക്കൊരു എന്തെങ്കിലും വഴിപാടൊക്കെ നടത്തുന്നതും അതുപോലെ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ കാര്യതടസ്സങ്ങളൊക്കെ മാറ്റുന്നതാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.